ആ ടീം വർക്ക്, 4 or 5 ഉസ്താദുമാരും അവരുടെ ശിഷ്യന്മാരും അവരാ കോർപ്പറേറ്റുകളായിട്ട് ചെയ്യുക. അപ്പം പറഞ്ഞുതരാം. ആരായിരുന്നു ഇവിടുത്തെ തട്ടിപ്പിന്റെ നേതാവ്? പറയും. നൂറു. ക്രസന്റ് സിമന്റ് തട്ടിപ്പിന്റെ നേതാവ് ആരായിരുന്നു? പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാളേനു എൻ്റെ ആള് അല്ലേ? കമാലിയ മെഡിക്കൽ കോളേജ് തട്ടിപ്പിന്റെ ആളാരായിരുന്നു? സാക്ഷാൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഇനി ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള തട്ടിപ്പ് പരിശോധിച്ചോളൂ. അതിൻ്റെയൊക്കെ നേതാക്കന്മാർ അന്നിവിടെ പ്രഖ്യാപന സമ്മേളനത്തിൽ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ പരസ്പരം കൊടുത്തും വാങ്ങുകയുമുള്ളൊരു ഇടപാടാ. ഓഫീസിൽ ഫുൾ ടൈം, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലെ ബെഡ്റൂമിൽ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, മൂപ്പര ഭാഷയിൽ പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പോയാലും എത്താത്ത മനുഷ്യൻ ഈ കുറ്റിപ്പുറത്ത് എന്തോ ഒലക്കക്ക് വന്നുകൂടുക. ഭാഷ കുറച്ച് കടുത്തു പോണ്ടില്ലേ? എന്താ പിന്നെ ഇതിന് പറയേണ്ടത് അല്ലേ? ഇസ്മായിൽ സഖാഫി സ്ട്രോങ് ആകുന്നുണ്ടെന്നാ പരാതി. തെറി പറയത് തെറിയൊന്നല്ല, അതൊന്നല്ല പറയേണ്ടത് ഇതുമല്ല. ഈ സാധാരണക്കാരൻ്റെ ഇടയിൽ കൂടി ഒന്ന് പോയി നോക്കാം, എൻ്റെ മാനവികതയായിട്ട് കേൾക്കാം അല്ലേ? നമുക്ക് തെറി എഴുതി പഠിക്കണം പറയണമെങ്കിൽ. ഈ സാധാരണക്കാരൻ്റെ മുമ്പിലൂടെ പോയി നോക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ തട്ടിപ്പിന് വിധേയരായി ജീവിതം വഴിമുട്ടിയപ്പോൾ കഴുത്തിൽ കയറിട്ട സഹോദരന്മാരില്ലേ? ഹൃദയാഘാതം സംഭവിച്ച് മരണപ്പെട്ടവരില്ലേ? വിവാഹബന്ധം മോചിപ്പിക്കപ്പെട്ട പെൺകുട്ടികളില്ലേ? പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട പണം ലാഭം നൽകാമെന്ന് പറഞ്ഞ് അവരെ വ്യാമോഹിപ്പിച്ച് വാങ്ങിയിട്ട് വിവാഹം മുടങ്ങിക്കിടക്കുന്ന പെങ്ങന്മാർ നമുക്കില്ലേ? കിടപ്പാടം നഷ്ടപ്പെട്ട സഹോദരന്മാർ നമുക്കില്ലേ? ഇവരൊന്നും മനുഷ്യരല്ലേ? ഇവർക്കുള്ള വിഷമൊന്നും മനുഷ്യന്റെ വിഷമല്ലേ? ഇവർക്കുള്ള ദുഃഖമൊന്നും മനുഷ്യന്റെ ദുഃഖല്ലേ? എന്ത് മാനവികത നിങ്ങൾക്ക് പറയാനുള്ളത്? കുറ്റിപ്പുറത്ത് പറയ്. ഇവിടെ പ്രസംഗിച്ച് ഓരോരുത്തരും ഇവരിൽ നിന്ന് പണം